ഹലോ, നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ബാംഗ്ലൂരുള്ള സ്പെഷ്യലായിട്ടുള്ള ഡൊണ്ണെ ബിരിയാണി. ഡൊണ്ണ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ, ഇല കൊണ്ടുണ്ടാക്കിയ ഒരു ബാസ്ക്കറ്റിൽ മസാല മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ബിരിയാണിയാണിത്. ബിരിയാണിക്ക് വേണ്ടി ഒരു പേസ്റ്റ് വേണം. അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഒരു ഹാൻഡ്ഫുൾ ഓഫ് പുതിന വേണം, പിന്നെ കൊറിയാണ്ടർ ലീഫ് വേണം. ഈ ഫ്ലേവറാണ് റൈസിൽ എടുത്ത് നിൽക്കുന്നത്, സോ അത് ആവശ്യത്തിന് ഇടുക. പിന്നെ ഒരു അര സവാള ഇടുക, ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അതിനോടൊപ്പം തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഇടുക. ഈ പേസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സ്പൈസസും ഇട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടി ഒരു 1/4 ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു കഷ്ണം ഏലക്ക, പിന്നെ ഒരു 3 ഗ്രാമ്പു, 4-5 കുരുമുളകും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കണം. ഇത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫൈനായിട്ടൊരു പേസ്റ്റ് തന്നെ കിട്ടും നമുക്ക്. ശേഷം ഇത് മാറ്റി വെക്കുക. ഞാനിതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കുക്കറിലാണ്, അതുകൊണ്ട് കുക്കർ വെച്ചിട്ട് ഒരു 1.5 സ്പൂൺ നെയ്യ് അതിലിട്ട് ചൂടാക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 2 ഗ്രാമ്പു, 2-3 ഏലക്ക, പിന്നെ 2 സ്റ്റാർ അനൈസ്, പിന്നെ ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നെയ്യിൽ അതിങ്ങനെ കിടന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കൂടുതൽ നേരം വെച്ച് സ്പൈസസ് കരിച്ച് കളയണ്ട, അതിനുവേണ്ടിയാണ് വേഗം തന്നെ സവാള ഇട്ട് കൊടുത്തത്. സവാള ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. സവാള നന്നായി റെഡിയായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പുതിനയുടെയും കൊറിയാണ്ടറിൻ്റെയൊക്കെ കൂടിയുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. സവാളയും പുതിന കൊറിയാണ്ടർ പേസ്റ്റും കൂടി കൂട്ടിച്ചേർത്ത് നന്നായി ഇളക്കി വേവിക്കുക. അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ അതിങ്ങനെ ഇട്ട് വേവിച്ചെടുക്കണം. ഒരു 2 മിനിറ്റോളം വേവിച്ച ശേഷം അതിൻ്റെ പച്ചപ്പ് മാറി എന്നുള്ള ഉറപ്പായ ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വേവിക്കുക. തക്കാളി നല്ലോണം ഉടഞ്ഞു വരുന്നവരെ അത് വേവിച്ച ശേഷം അതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കുക. അതിൻ്റെ പച്ചപ്പ് മാറിയ ശേഷം നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഒഴിച്ച ശേഷം ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനോട് ചേർത്ത് ഇളക്കിയെടുക്കുക. ചിക്കനും അരിയും ഒരേ പാത്രത്തിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും ബാംഗ്ലൂർ പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഡൊണ്ണെ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം. ഏർലി മോർണിംഗ് 4 മണിക്ക് വരെ അവിടെ ഡൊണ്ണെ ബിരിയാണി സെർവ് ചെയ്യുന്ന കടകളുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വെക്കാം. ചിക്കൻ നമുക്ക് ഹാഫ് കുക്കായിട്ട് കിട്ടണം. അതിന് വേണ്ടി നമുക്ക് കുക്കറിൽ വിസിലിടാണ്ട് തന്നെ ഈ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ ചിക്കൻ വേവിച്ചെടുക്കാം. ചിക്കൻ പാതി വേവാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്ക് റൈസ് ഇടണം. ഇനി റൈസിൻ്റെ കൂടെ കിടന്ന് വീണ്ടും ചിക്കൻ വെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ ചിക്കൻ മൊത്തം പൊടിഞ്ഞു പോകും. അതിനാണ് ഹാഫ് കുക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഈ അരി 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച അരിയാണ്. ഇത് പിന്നെ ബസ്മതി റൈസാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ജീരകസമ്പ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുക. അരി ഇതിലേക്ക് ഇട്ട ശേഷം ചിക്കൻ്റെ കൂടെ നന്നായിട്ട് ഇളക്കുക. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ സ്റ്റൗ വെച്ചിരിക്കുന്നത്. 2 കപ്പ് അരിയാണ് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഗ്ലാസ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിലൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, കാരണം അരികൾ തമ്മിൽ കൂട്ടിമുട്ടി കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഈ വെള്ളം നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും റൈസും കൂടി മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തിളപ്പിക്കുക. വെള്ളം ഒഴിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുക്കറിലായതുകൊണ്ട് തന്നെ മൂടി വെച്ച് അതിൻ്റെ വിസിലിടാണ്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം വിസിലിൻ്റെ അവിടെ കൂടി ആവി വരും. ആവി വരുമ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് വിസിലിട്ട് വെച്ച് വേവിക്കുക. അതിന് ശേഷം ഇതൊരു 10 മിനിറ്റോളം തുറക്കാണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്നത് വേവണം, ദമ്മായ പോലെ ഇരിക്കണം. ഇങ്ങനെ ആവി വരുമ്പോഴാണ് വിസിലിട്ട് കൊടുക്കേണ്ടത്. വിസിലിട്ട് കൊടുത്ത് 5 മിനിറ്റ് അതേപടി വെച്ച് വേവിക്കുക ലോ ഫ്ലെയിമിൽ. അതിന് ശേഷം കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുക. ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ് ശേഷം മാത്രം തുറക്കുക. അപ്പോൾ
തുറക്കുമ്പോൾ നല്ല മണം ഇങ്ങനെ അടിച്ചു വരും നമ്മുടെ മുഖത്തോട്ട്. റൈസൊന്നും കുഴഞ്ഞു പോകാണ്ട് ചിക്കൻ കൂടുതൽ വെന്ത് ഉടയാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതൊന്ന് പയ്യെ ഒന്ന് മിക്സ് ചെയ്യുക. കൂടുതൽ ഉടയരുത്, കാരണം ചൂടോടെ വയ്ക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുഴഞ്ഞു പോകും. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി ചെറിയ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. എപ്പോഴും നോർമൽ നമ്മുടെ കേരള ബിരിയാണി തന്നെ ട്രൈ ചെയ്യാണ്ട് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. കുക്കറിൽ ഉണ്ടാക്കുവാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.